ഹലോ കൂട്ടുകാരെ, ഇതുണ്ടോ ഓസ്ട്രേലിയയിലെ എല്ലാ വീടും ഏകദേശം ഇതുപോലെ തന്നെയാണ്. എല്ലാ വീടും ഒരേ സൈസാണ്. കണ്ടോ? ഇത് ഒരു ഹാള്. അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അടുക്കള വരെയുള്ള കാണാവേ. കുഞ്ഞൊരു വരാന്ത പോലെ ഉണ്ടോ? ഉണ്ടോ? കിച്ചണിലോട്ട് പോകാവേ. ഇത് ലോണ്ട്രി ഉണ്ടോ? തുണി അലക്കാനൊക്കെ ഉള്ളത്. വാഷിംഗ് മെഷീനും ഡ്രയർ എല്ലാം ഇടാനും. ഇതാണ് കിച്ചൺ. അവിടുത്തെ എല്ലാ വീട്ടിലും കിച്ചൺ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇവിടെ ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ. സിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ. വാഷ് ബേസിനും. ഇവിടെ ആയിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള. അടുക്കള തന്നെയാണ് അതിനുള്ള സൗകര്യം. ഇതൊരു റൂം കണ്ടോ? 3 റൂമാണ് ഈ വീടിന്. റൂമിൻ്റെ അവിടുന്ന് വേറെ ഒരു ചെറിയ ഒരെണ്ണം തുണിയൊക്കെ വെക്കാൻ, ഡ്രസ്സൊക്കെ വെക്കാൻ, അലമാരിയൊക്കെ ഇടാനും. ഇതാ ബാത്റൂം. ഇതാ മറ്റൊരു റൂം. ഇവിടെ നല്ലൊരു കണ്ണാടിയൊക്കെ ഉണ്ട്. അലമാരിയെ തന്നെയുള്ളത്. ഇത് തുടയ്ക്കുന്നതൊക്കെ മോപ്പുമൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു അലമാരി പോലെ ഒരു ചെറിയ ഇടം. ഇത് മറ്റൊരു റൂം. അങ്ങനെ 3 ബെഡ്റൂമാണ്. കമ്പ്യൂട്ടറൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം. ഇതാണ് ബാത്റൂം. കുളിക്കാനുള്ള ഡബുമൊക്കെ. ഇവിടെ നിന്നാണ് കുളിക്കാൻ എല്ലാ സൗകര്യമുണ്ട്. ചൂടുവെള്ളവും പച്ചവെള്ളവും എല്ലാം ഉണ്ട്. ഇവിടെ നോക്കിയാൽ നല്ലൊരു പന പോലത്തെ ചെടി കാണാം. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ? അതുകൊണ്ട് ഈ പൂവും കാണാൻ നല്ല ഭംഗിയാണ്. ഓസ്ട്രേലിയ മെൽബണിലൊക്കെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. ഇതിനേക്കാളും പുതിയ വീട്, 2-3 വർഷം പഴക്കമുള്ള വീട് മെൽബണിലൊക്കെ വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. അതായത് ഒരാഴ്ച $550 കേട്ടോ. അവിടെ ആഴ്ച തോറുമാണ് വാടക കൊടുക്കുന്ന റെൻറ്റ്. ഇത് ഇച്ചിരി പഴക്കമുള്ള വീടാണ്.
ബാത്ത് ടബൊക്കെ ഉണ്ട് കണ്ടോ. കിടന്നുകൊണ്ട് വേണേൽ കുളിക്കാം, ഇരുന്നുകൊണ്ട് കുളിക്കാം. കൊച്ചിനെ കുളിപ്പിക്കാനുള്ള സൗകര്യം. അവിടെ നല്ല പൂക്കൾ, ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചൺ, ഇതാണ് കിച്ചൺ. ഇവിടെ എല്ലാം കഫോർഡുണ്ട്, പാത്രങ്ങളൊക്കെ വെക്കാൻ. എല്ലാം തന്നെ വെള്ള കളർ വീടാണ് ഓസ്ട്രേലിയയിൽ. റേറായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളു കളർ വീട്. എല്ലാം തന്നെ ഒരേപോലെ. കൊച്ചിൻ്റെ വാട്ടർ ബോട്ടിൽ കഴുകാനുള്ള തിളപ്പിച്ച് ഇവിടെ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കഴുകാം. ആ പാത്രത്തിൽ ഇട്ടാൽ മതി, ഈ പാത്രമേ. എന്നിട്ട് വെള്ളത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് അപ്പോൾ ഒന്ന് എടുക്കാം. കേട്ടോ, ഇങ്ങനെ അങ്ങ് ഇടുക. പാത്രം തുറന്ന് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ പാത്രം ഇട്ടാൽ മതി. ഇവിടെ കാർ പോർച്ച് എല്ലാ വീട്ടിലും തന്നെയുണ്ട്. അങ്ങനെ നല്ല സൗകര്യമുള്ള കാർ പോർച്ച്. 2 കാറൊക്കെ ഇടാവുന്ന പോലെ നല്ല പോലെ പണിത കാർ പോർച്ച് കാണും എല്ലാ വീട്ടിലും. അവിടെ കാറുണ്ടെങ്കിലേ പറ്റുള്ളൂ. ബസ് പല സമയത്താണ്. അപ്പം ജോലിക്ക് പോകണമെങ്കിൽ കാർ വേണം. നമ്മുടെ സമയത്തൊന്നും ബസ് കാണില്ല, വല്ല സമയത്തൊക്കെ ബസ്സുള്ളൂ. നല്ല പുല്ല് നട്ട് വളർത്തി പോലെയുള്ള മിറ്റമാണ്. ഇതാ പുറകുവശം കണ്ടോ. ഇവിടെ മേശപ്പുറത്തിരിക്കുന്ന പൂ നല്ല രസം, ഒരു കട്ടപ്പൂ. കൊച്ചിന് ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അവന് താല്പര്യം കളിക്കുകയാണ്. എന്താ, പയ്യെ ഇച്ചിരിച്ചൊക്കെ കഴിക്കുകയുള്ളൂ. പൂവിനോട് വലിയ താല്പര്യമാണ്. അത് ചിത്രശലഭം ഇരിക്കുന്ന കണ്ടിട്ടാണ്, പറപ്പെ കണ്ടപ്പോൾ. കണ്ടോ, അതിനെ പിടിക്കാൻ പോന്നു, തല്ലു കൊടുക്കുന്നു. മറിച്ചിട്ടു.
ഇപ്പോൾ അവിടെ തണുപ്പാണ്. തണുപ്പായതുകൊണ്ട് വലിയ കട്ടിപ്പുതപ്പൊക്കെ എടുത്ത് വെച്ചൊക്കെയാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒക്കെ നല്ല തണുപ്പ് കൂടി വരും. അവിടെ 8:15. കേരളത്തിലേക്കാളും 4.5 മണിക്കൂർ മുമ്പോട്ടാണ് ഓസ്ട്രേലിയയിലെ സമയം. ഇത് ഷൂ ഒക്കെ വെക്കാനുള്ള പുറത്തേക്കുള്ള സംവിധാനം. പുറത്തോട്ട് പോകാൻ അതിൽ പുറകിലും റോഡുണ്ടേ. കൊച്ചിൻ്റെ വണ്ടിയൊക്കെ വെച്ചേക്കുന്നു. കൊച്ചിനിരുന്ന് ആഹാരം കൊടുക്കാനുള്ള കസേരയാണ്. കൊച്ചിനെ ആ കസേര ഇരുത്തി ആഹാരം കൊടുക്കും. ഇവിടെ തുണിയൊക്കെ വെക്കാനുള്ള ഷെൽഫ് കണ്ടോ. പായ തുണിയൊക്കെ വെക്കാം. ഓസ്ട്രേലിയ മെൽബണിലാണ് വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിപ്പം വിറ്റ് പോയോന്നറിയത്തില്ല. അല്ല, വിറ്റല്ല, വാടകക്കാരെടുത്തോന്ന് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച അവിടെ കിടപ്പുണ്ടായിരുന്നു. ആഴ്ച തോറും വാടക കൊടുക്കുന്ന. ആഴ്ചയിൽ $550. മെൽബണ് സിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ പോവും. പുതിയ വീട് കൂടിയല്ലേ, 2-3 വർഷം പഴക്കമുള്ളൂ മെൽബണിലെ വാടക കൊടുക്കുന്ന വീടിന്. അതിനേക്കാൾ ഇച്ചിരി വ്യത്യസ്തമായ രീതിയാണ്. അത് 4 റൂമുണ്ട്. ഇത് 3 റൂമേ ഉള്ളൂ. മറ്റേ മെൽബണിലെ 4 റൂമുകളാണ് വാടകയ്ക്ക് കൊടുക്കാനുള്ളത്. ഇവിടെ ലോണ്ട്രിയിൽ ഇതെല്ലാം സൗകര്യമുണ്ട്. അവിടെ അലമാരിയുണ്ട്, ഷെൽഫുണ്ട്, ഓരോ സാധനങ്ങൾ വെക്കാൻ, ലോണ്ട്രിക്ക് ആവശ്യമായ സാധനങ്ങൾ വെക്കാൻ. അയൺ ചെയ്യുന്ന അയൺ ബോക്സൊക്കെ ലോണ്ട്രിയിലാണ്, ടേബിളുമല്ല. കൊച്ചിന് ആടാനുള്ള കസേര, ഊഞ്ഞാലാടുന്ന പോലെ കേട്ടോ. ഈ ചെടി നല്ല രസമാണ്, പന പോലിരിക്കും. ഇത് ഫ്രണ്ടിലോട്ട് പോകുന്നു കണ്ടോ, ഫ്രണ്ട് ഇതാ. അത് ബസ്സൊക്കെ പോകുന്ന, കാറൊക്കെ പോകുന്നതാണ്, ബസ് റൂട്ടൊക്കെയാണ് കണ്ടോ. ഇതാ ഞങ്ങളുടെ ഫ്രണ്ട്.
ഇവിടെ തത്തമ്മ ഇഷ്ടംപോലെ വന്ന് നിൽക്കും. ഈ മരത്തേലൊക്കെ നല്ല രസമാണ് തത്തമ്മ. ധാരാളം തത്തമ്മക്കൂട്ടങ്ങൾ വന്ന് നിൽക്കും. കേട്ടോ, ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ്. ചെറിയ കുറ്റി മരം അധികം പൊങ്ങി പോകാത്ത മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കേട്ടോ, നല്ല രസമല്ലേ കാണാൻ. ബസ് റൂട്ട് ഇത്ര അടുത്താണ്. ഇത് പുറവശത്ത് ഇവിടെ നല്ല റോഡുണ്ട്, പക്ഷേ ബസ്സൊന്നും പോകത്തില്ല, കാറൊക്കെ പോകും. ഈ കാർ പോർച്ചിൻ്റെ അവിടെ തുറന്ന് നോക്കുമ്പം റോട്ടിലോട്ടാണ്. ഇത് എല്ലായിടത്തും മഴവെള്ള സംഭരണിയുണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട്. അത് ഇവിടുത്തെ പച്ചമുളക് ഉണ്ട്, നിറയെ മുളകാണ്. എന്തുമാത്രം മുളകെന്നൊക്കെ 1-2 വർഷം നിൽക്കും ഇതിങ്ങനെ. കണ്ടോ, മഴവെള്ള സംഭരണി കണ്ടോ, അതെല്ലാ വീടുകളിലും ഉണ്ട്. മിക്ക വീടുകളിലും തന്നെ ഈ മഴവെള്ള സംഭരണിയുണ്ട്. ഇത് ഒരു വീടും വേറൊരു വീടുമായിട്ട് വേർതിരിച്ചിരിക്കുന്ന കണ്ടോ, വേലി കെട്ടി. ഈ വേലി തടി കൊണ്ടുള്ളതാണേ, അതൊരിക്കലും ചെതൽ പിടിക്കില്ല, അതതിൻ്റെ പ്രത്യേകത. അവർ ഇങ്ങനെ വേലി കെട്ടുമ്പോഴേ ചെതൽ പിടിക്കാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടാണ് വേലി കെട്ടുന്നത്. അതായത് അതിനായിട്ടുള്ള പ്രത്യേക സൈസ് ലീക്വിഡ് രൂപത്തിലുള്ള എന്തോ ഉണ്ടോ, അത് ചേർത്തിട്ടാണ് ഈ തടി വെക്കുന്നത്. ഇത് കൊച്ചിൻ്റെ റൂം, കൊച്ചിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ. അവിടെ കട്ടിലിടാൻ പറ്റില്ല, അവനും കട്ടിലേന്ന് ചാടുവേ. അതുകൊണ്ട് ഇങ്ങനെ ബെഡ് ഇട്ടേക്കുവാണ്. ലോണ്ടറി തന്നെയാണ് അയൺ ചെയ്യുന്നത്. അയൺ ബോക്സും മേശയും ടേബിളും എല്ലാം വെച്ചേക്കുന്നത് അവിടെയാണ്. ഈ പൂച്ചെടി ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നല്ല രസമുണ്ട് കാണാല്ലേ. ഇങ്ങനെ റൂമിൽ നിന്ന് നോക്കിയാൽ ഫ്രണ്ടിൽ ബസ് പോകുന്നതും കാറ് പോകുന്നതൊക്കെ കാണും. നല്ല പച്ചപ്പാണ് അവിടെ. ഇത് പ്ലാസ്റ്റിക് എന്ന് തോന്നില്ല, അല്ലേ, അസലായിട്ടും തോന്നുന്നുണ്ട് അല്ലേ, ഒറിജിനൽ പോലെ. കാറുകളൊക്കെ എപ്പോഴും അതിലെ പോകുന്നതാണ്. ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലമാണിത്, മക്കായി. ഇവിടെയാണ് കൊച്ചിനെ ഇരുത്ത് കുളിപ്പിക്കും. എല്ലാം ഇവിടെ വെള്ളയാണ്, അതേ അതിൻ്റെ പ്രത്യേകത. ഇത് കുളിക്കുന്ന സാധനം, സോപ്പും ഷാമ്പും എല്ലാം വെക്കാനുള്ള ഷെൽഫാണ്.
കിച്ചണിൽ ഫ്രിഡ്ജും എല്ലാം വെച്ചിട്ടുണ്ട്. പ്രത്യേക സ്ഥലത്ത് കണ്ടോ. ഈ കസേര ചെയറെ ഇരുത്തിയാണ് കൊച്ചിന് ചോറൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അവന് ഇരിക്കാൻ മടിയാണ് ഭയങ്കര. പൊക്കക്കുറവ് കാരണം ഇച്ചിരി കൂടെ പൊക്കം വരാൻ വേണ്ടി കുഷ്യനിട്ടേക്കും. നല്ലൊരു ചെയറല്ല കൂട്ടുകാരെ കൊച്ചിന് ആഹാരമൊക്കെ കൊടുക്കാൻ ഇരുത്തുക. വാഷിംഗ് മെഷീനും ഡ്രയറും എല്ലാം കൂടിയാണ് ഇട്ടേക്കുന്നത്. ഇവിടുന്നും പുറത്തോട്ട് കതക് തുറന്ന് പോകാം. ഇതുണ്ടോ, തുണി അലക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം വെച്ചേക്കുന്ന ഷെൽഫ്. ഇത് കണ്ട, അത് നല്ല രസമായി പടമല്ലേ. ഈ ഫോട്ടോ കാണാൻ നല്ല രസമല്ലേ. മോപ്പും ഒക്കെ വെക്കുന്നതാണ്. തൂത്തുവാരി അടിക്കുന്നതും തുടയ്ക്കുന്നതും ചൂലുമൊക്കെ വെക്കുന്ന ഇവിടെ സംവിധാനം. സ്ഥലം കുറവായതുകൊണ്ട് കൊച്ചിൻ്റെ കളിപ്പാട്ടമൊക്കെ കട്ടിലിൻ്റെ കീഴെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കമ്പ്യൂട്ടർ ടേബിളും എല്ലാം ഇവിടെ ഈ റൂമിലാണ്. ഇങ്ങനെ ഷെൽഫുള്ളതുകൊണ്ട് അവിടെ എല്ലാം തുണി വെക്കാം. എല്ലാം അടുക്കളയിൽ തന്നെ എല്ലാ സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കാൻ സൗകര്യം. ഇവിടെ നല്ലൊരു പൂവ്, നല്ല രസമല്ല കാണാൻ. ഫ്ലവർ വേസ് നല്ല രസമാണ്. ഇങ്ങനത്തെ ലൈറ്റാണ് എല്ലായിടത്തും. ഇവിടെ ചെരുപ്പ് വെക്കാനുള്ള പ്രത്യേക സംവിധാനം. ഇതുണ്ടോ, തടി കണ്ടുള്ളത്. മഴ നനഞ്ഞാലും ഒരു കേടാകല, അങ്ങനത്തെ വേലിയാണ് അവിടെ. CC പ്ലാന്റ് ചട്ടി നട്ടേക്കുന്നു. അടുത്തടുത്തെല്ലാം വീട്. അതിന് ഈ വേലി വെച്ചാണ് വേർതിരിക്കുന്നത്. കണ്ടോ, ഈ വേലി ഒരു ചതിലും പിടിക്കില്ല. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
നല്ല നീലാകാശം കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. ഒരു വശത്ത് കൊണ്ട് ഇത്ര ഇടയോളം കേട്ടോ, നീലാകാശം. മഴവെള്ള സംഭരണി അവിടെയാണ് വെച്ചേക്കുന്നുണ്ടോ. ഇനി ഫോട്ടോ ഒക്കെ ഭിത്തിയെ വെക്കാനുള്ള സംവിധാനം കണ്ട്. താങ്ക് യു സോ മച്ച്.